എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു പാൽക്കപ്പ ഉണ്ടാക്കിയാലോ. പാൽക്കപ്പ നല്ല ടേസ്റ്റാണ്, ഒരു മൈൽഡ് ടേസ്റ്റ്, നല്ല സുഖമാണ്, കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് 1 കിലോ കപ്പ ഞാനിങ്ങനെ മുറിച്ച് കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതായിരുന്നു വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനൊരു ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് 2 പച്ചമുളക്, ഇത് നല്ല എരിവുള്ളതായതുകൊണ്ട് 2 എടുത്തത്. പിന്നെ ഒരു 6-7 ചെറിയുള്ളി, വളരെ ചെറുതാണേ. നിങ്ങൾ ഈ ഒരു ക്വാണ്ടിറ്റി ഇത്രയേ വേണ്ടൂ. അതിപ്പോൾ വലുതോ ചെറുതോ നോക്കിയിട്ട് നിങ്ങൾ എടുത്തോളി. ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊരു നല്ല ചമ്മന്തി പോലെ നമുക്ക് ചതച്ചെടുക്കാം. ചതച്ചാൽ മതി, നല്ലോണം കുത്തി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ കിഴങ്ങ് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെള്ളം അരിച്ചിട്ട് എടുക്കണം. ഇത് ഇരിക്കട്ടെ, ഇതവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്ക് ആ കിഴങ്ങിനേക്ക് നോക്കാം. കിഴങ്ങിതാ വെള്ളം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ച് അടികട്ടിയുള്ള പാത്രത്തിൽ തന്നെ വെക്കണം. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന ഒരു 3 കപ്പ് തേങ്ങാപ്പാൽ. അത് 1-ാം പാൽ 2-ാം പാലൊന്നുമില്ല. ഞാനൊരു ചെറിയൊരു തേങ്ങ മൊത്തം ചിരകി പാൽ പിഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം പാൽ പിഴിഞ്ഞെടുത്തതാണ്. 3 ഇനി 3.5 കപ്പായിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ആ ചമ്മന്തി ഉണ്ടല്ലോ, അത് ഇതിലങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നിങ്ങൾ കൈവെക്കാണ്ട് ഇളക്കണമെന്നൊന്നുമില്ല. നല്ലോണം ഒന്ന് തിള വന്ന് തുടങ്ങിയാൽ പിന്നെ ഇതിൻ്റെ അടുത്തൊന്നും തെറ്റുവാൻ പാടില്ല. കണ്ടില്ലേ, നല്ല തിള വരുന്നുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പാടില്ല. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇളക്കി കൊടുത്താൽ മാത്രം പോലെ കുത്തി കൊടുക്കണം. പിന്നെ ഇത് മരക്കിഴങ്ങ് കിട്ടാത്തോല് മധുരക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പം മധുരക്കിഴങ്ങ് എല്ലാവരുടെയും അവൈലബിലിറ്റി ഉണ്ട്. ഞാനിപ്പോൾ കൂടുതലും ഉണ്ടാക്കുന്ന മധുരക്കിഴങ്ങ് കൊണ്ടാണ്. നല്ല ടേസ്റ്റായിന്. ഇതേ മെത്തേഡിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. കണ്ടില്ലേ, കുത്തി കുത്തി കൊടുത്ത് നല്ലൊരു ഇളക്കി പുഴുങ്ങിയ കിഴങ്ങ് പോലെ ആക്കിയെടുക്കുക. കണ്ടോ. ഇനി 1 ഹീപ്ഡ് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഉപ്പ് ഞാൻ ഇപ്പാനേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അവസാനം നല്ലോണം ഇതൊന്ന് ആയി വന്നതിന് ശേഷമേ ഉപ്പിടാവൂ, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോവും. അതിന് ശേഷം ഒന്ന് കണ്ടോ നല്ലോണം ഒന്ന് ഇളക്കി ഉപ്പ് നല്ലോണം ഒന്ന് കലങ്ങി വന്നിട്ട് ഉപ്പൊന്ന് നോക്കിക്കോ. എനിക്കിത് ഉപ്പ് ഏകദേശം കണക്കായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് ഞാൻ നോക്കട്ടെ. കറക്റ്റാണ്. അപ്പോൾ നിങ്ങളും നോക്കിയിട്ട് ഉപ്പ് കൂട്ടോ കുറക്കോ വേണേൽ ചെയ്തോളി. അത് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു താളിപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കരണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനൊരു 1/4 കപ്പ് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 3 ഉണക്കമുളക് അതും കൂടി ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഒരു 2 തണ്ട് കറിവേപ്പില അതും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ കിഴങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു പണി. കണ്ടില്ലേ, നല്ല ഇതിപ്പോൾ ചെറിയ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നതാണെങ്കിൽ ഈ താളിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പാലിൽ പുഴുങ്ങിയ കിഴങ്ങ് തന്നെ അങ്ങ് കൊടുത്താൽ മതി. അല്ലാത്തത് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പർ സാധനം. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.